Disclaimer: this video is for educational purposes only and is not a financial advice. Day trading carries high risk and you can lose money. I am not a SEBI, SE registered advisor. Please do your own research and consult your financial advisor before making any investment decisions. ഒരുപാട് നാളായി നമ്മളൊരു ലൈവ് ഇൻട്രാഡേ ട്രേഡൊക്കെ ചെയ്തിട്ട്, പക്ഷേ എനിക്ക് ഒരുപാട് മെസ്സേജസ് യൂട്യൂബിലും പിന്നെ ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും ഒക്കെ ഒരുപാട് മെസ്സേജസ് വരാറുണ്ട്. ബ്രോ ട്രേഡിങ് ട്രേഡിംഗ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ കുറേ മെസ്സേജസ് വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വെച്ചത്. കാരണം ആക്ച്വലി ഞാൻ ട്രേഡിംഗ് വീഡിയോ പോസ്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പം ട്രേഡിംഗ് ചെയ്യുന്നത് ഭയങ്കര കുറവാണ്. കാരണം ആ സമയം കൊണ്ട് എനിക്ക് അതിലും കൂടുതൽ പൈസ ഉണ്ടാക്കാം, അതിലും പ്രൊഡക്റ്റീവ് ആകാം. അപ്പം ഞാൻ ഇതിനു മുമ്പുള്ള എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും ട്രേഡ് ചെയ്യുക എന്നുള്ളതൊന്നുമല്ല. ട്രേഡ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയ പ്രോഫിറ്റ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഞാൻ മുമ്പൊക്കെ ചെയ്യുമായിരുന്നു. 2024 ടൈമിലൊക്കെ ഒരുപാട് എല്ലാ ദിവസവും ട്രേഡ് ചെയ്യുക. ഇപ്പോൾ എനിക്ക് അങ്ങനെ അത്രയും സമയം കിട്ടാറില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ഫുൾ മൈൻഡിൽ ഇരിക്കാതെ ഒരിക്കലും ചുമ്മാ കയറി ട്രേഡ് എടുത്ത് ഉള്ള പൈസ നമ്മൾ മുമ്പ് ട്രേഡ് ചെയ്ത് ഉണ്ടാക്കിയും കൂടെ നഷ്ടത്തിലാക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. പിന്നെ ഇത്രയും റിക്വസ്റ്റ്, ഇത്രയും മെസ്സേജസ് വരുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ഒരുപാട് പേർക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്. എൻ്റെ പഴയ വീഡിയോ കണ്ടിട്ട് ഇപ്പോഴും എനിക്കത് വെച്ച് മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് അതൊരു ബെനിഫിഷ്യൽ ആവുമെങ്കിൽ, ഒരു പ്രയോജനമാവുമെങ്കിൽ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇന്ന് ഞാനങ്ങനെ ഒരു ലൈവ് ഇൻട്രാഡേ ട്രേഡ് എടുക്കുകയാണ്. മുമ്പ് നമ്മൾ ടാറ്റ മോട്ടോഴ്സിലായിരുന്നു ട്രേഡ് എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ ഞാൻ ട്രേഡ് എടുക്കുന്ന മറ്റൊരു സ്റ്റോക്കാണ് ആർ പി ജി ലൈഫ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ടാറ്റ മോട്ടോഴ്സ് പോലല്ല, കുറച്ചുകൂടെ വോളറ്റൈലാണ്. പെട്ടെന്നുള്ള അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാകും, കുറച്ചുകൂടെ മൊമെന്റും കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ചാർട്ടിലേക്ക് പോകാം. ഇവിടെ നമ്മുടെ ആർ-പി-ജി ലൈഫ് എന്ന് പറയുന്ന സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യണം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, ഈ സ്റ്റോക്ക് നല്ലൊരു അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ പോയിട്ട് ഏകദേശം 3000 മുകളിലൊക്കെ പോയിട്ട് ഇപ്പോൾ തിരിച്ച് 2938 എന്നൊക്കെ പറയുന്ന ഒരു റേഞ്ചിൽ വന്ന് നിൽക്കുകയാണ്. നമുക്കൊന്ന് 5 മിനിറ്റ് ഇട്ട് നോക്കാം. 5 മിനിറ്റ് ഇട്ട് നോക്കുമ്പോൾ നമുക്കൊരു ട്രെൻഡ് ലൈൻ കാണാൻ പറ്റുന്നുണ്ട്. നമുക്കൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കാം. ഓൾമോസ്റ്റ് ഒരു ട്രെൻഡ് ലൈൻ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ചെറിയൊരു സപ്പോർട്ട് ലൈനും കൂടി. അപ്പം 2398 എന്ന് പറയുന്ന റേഞ്ചിലൊരു സപ്പോർട്ട് ലൈനും കൂടെ നമ്മൾ വരച്ചിട്ടുണ്ട് 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ. ഇനി നമ്മളിതിൻ്റെ ബാക്കിലോട്ടൊക്കെ പോകുമ്പോൾ അതിന് നമ്മൾ വരച്ച ട്രെൻഡ് ലൈനെ ഈ ഒരു സ്റ്റോക്ക് മൂവ്മെൻറ്റ് റെസ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി മുകളിൽ കൂടെ നമ്മളൊന്ന് അപ്സ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ട്രെൻഡിൻ്റെ ലോസും അപ്സും നമ്മൾ ഓൾമോസ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ട്രെൻഡ് ലൈനിൽ, ആ ഒരു ചാനലിൽ കൂടി ഇതിങ്ങനെ പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കുറച്ചുകൂടെ ഒന്ന് താഴോട്ടിറക്കി വെക്കാം ഇതിൻ്റെ ഒരു സപ്പോർട്ട് റേഞ്ച് വെച്ചിട്ട്. ഈ സപ്പോർട്ട് കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. 2931 2931 എന്ന് പറയുന്ന റേഞ്ചിലാണ് നമ്മുടെ സപ്പോർട്ട് ലൈൻ നമ്മൾ വരച്ചിരിക്കുന്നത്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലൈൻ നമ്മൾ വരച്ചിരിക്കുന്നത്. മൂവിങ് ആവറേജ് ഒന്ന് സെറ്റ് ചെയ്യുക. ഇവിടെ ടൈപ്പ് സിമ്പിൾ മാറ്റി എക്സ്പോണൻഷ്യൽ കൊടുക്കുക. ഇപ്പം മൂവിങ് ആവറേജ് വന്നിട്ടുണ്ട്. റെഡ് കളറിൽ കാണുന്നതാണ് 50 MA മൂവിങ് ആവറേജ്. ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് 5 EMA. അപ്പോൾ നമുക്ക് കാണാം ഈ ഒരു റേഞ്ചിൽ ഏകദേശം ഇവിടെ നിന്ന് നല്ലൊരു 11:30 ആയപ്പോഴേക്കും നല്ലൊരു ഫോള് വന്നിട്ടുണ്ട്. 11:15 11:30 അടുത്തൊരു ഫോള് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ഒരു ഫോള് വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഹൈ ആ ഒരു ഏരിയയിൽ ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ 2976 ആണ്. ഇനി നമ്മൾ ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രൈസ് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു ഇവിടെ നിന്ന് ലൈൻ എടുത്തിട്ട് ഈ 2940 എന്ന് പറയുന്ന റേഞ്ചിൽ അതിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ബൈ ചെയ്യും. അപ്പോൾ അതാണ് നമ്മുടെ ബൈയിങ് പ്രൈസ്.
നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഒന്ന് സെറ്റ് ചെയ്യാം. ഒരു 2968 നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്യാം. ഇനി ഒരു സെക്കൻഡ് ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 3000 അറൗണ്ട് നമ്മൾ സെക്കൻഡ് ടാർഗറ്റും സെറ്റ് ചെയ്തു. സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു 2925 നമുക്ക് സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്യാം. 2925 നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ ക്യാപിറ്റലായിട്ട് ഇടാൻ ഉദ്ദേശിക്കുന്നത് ഒരു 50,000 രൂപയാണ്. അപ്പോൾ 50,000 രൂപയ്ക്ക് നമുക്ക് എത്ര സ്റ്റോക്ക് വാങ്ങിക്കാൻ പറ്റുമെന്ന് അത് നോക്കണം. അതിനായിട്ട് നമുക്ക് കാൽക്കുലേറ്റർ എടുക്കാം. കാൽക്കുലേറ്റർ എടുത്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 50,000 രൂപയാണ്. 50,000 ഒരു 5x ലിവറേജ് കിട്ടുമെന്ന് വിചാരിക്കുക. അപ്പം ഇൻറ്റു 5 2,50,000. അപ്പം ഇതിന് എത്ര ക്വാണ്ടിറ്റി നമുക്ക് വാങ്ങിക്കാൻ പറ്റുമെന്ന് അറിയണം. അപ്പം 2,50,000 ഡിവൈഡഡ് ബൈ നമ്മൾ വാങ്ങിക്കുന്ന പ്രൈസ് 2,940. ഓൾമോസ്റ്റ് 85 ക്വാണ്ടിറ്റി നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പം അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. 85 ക്വാണ്ടിറ്റിയാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ബൈയിങ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, സ്റ്റോപ്പ് ലോസ് എല്ലാം വെച്ചിട്ട് കിട്ടിയാൽ എത്ര ലാഭം കിട്ടും, പോയാൽ എത്ര നഷ്ടം വരുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അത് ഞാൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. ഇതെല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 2,940. ഇതിന് എബവ് വരുമ്പോഴാണ് നമ്മൾ ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് 2,968 ആണ്. സെക്കൻഡ് ടാർഗറ്റായിട്ട് ഉദ്ദേശിക്കുന്നത് 3,000 ആണ്. സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത് 2,925 ആണ്. ക്വാണ്ടിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത പോലെ 85 ആണ്. അപ്പം ഫസ്റ്റ് ടാർഗറ്റിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് മൈനസ് ബൈയിങ് പ്രൈസ് ഈക്വൽ 28 രൂപയാണ് ഒരു സ്റ്റോക്കിൻ്റെ പുറത്ത് നമുക്ക് കിട്ടുന്ന ലാഭം. അപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ പുറത്ത് കിട്ടുന്ന ലാഭം ഇൻറ്റു നമ്മൾ വാങ്ങിക്കുന്ന ക്വാണ്ടിറ്റി 85. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2,380. ഇനി സെക്കൻഡ് ടാർഗറ്റിലാണ് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സെല് ചെയ്യുന്ന പ്രൈസ് 3,000, ബൈ ചെയ്ത പ്രൈസ് 2,940. ഒരു ഷെയറിൻ്റെ പുറത്ത് കിട്ടുന്ന പ്രോഫിറ്റ് 60 ഇൻറ്റു നമ്മൾ വാങ്ങിച്ച ക്വാണ്ടിറ്റി 85. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് 5,100. ഇനി ലോസ് ആണെങ്കിൽ നമ്മൾ ബൈ ചെയ്ത പ്രൈസ്, നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിരിക്കുന്ന പ്രൈസ്, അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു സ്റ്റോക്കിൻ്റെ പുറത്ത് 15 രൂപ നഷ്ടം ഇൻറ്റു നമ്മൾ വാങ്ങിക്കുന്ന ക്വാണ്ടിറ്റി 85. അപ്പോൾ 1,275. ഇത്രയാണ് നമുക്ക് ടോട്ടൽ വരുന്ന ലാഭവും നഷ്ടവും. അപ്പോൾ ഇത് ആക്യുറേറ്റ് അല്ല. ഇതിൻ്റെ പുറത്ത് നമുക്ക് ബ്രോക്കറേജ് ചാർജും അല്ലാതെ ഗവൺമെൻറ് ചാർജസും ഒക്കെ പോകും. അത് എത്ര ഉണ്ടെന്ന് നോക്കാം. ബ്രോക്കറേജ് കാൽക്കുലേറ്ററിൽ പോകുകയാണെങ്കിൽ ഇവിടെ ഇൻട്രാഡേ എന്നുള്ളത് സെലക്ട് ചെയ്യുക. നമ്മൾ ബൈ ചെയ്ത പ്രൈസ്, നമ്മൾ സെല് ചെയ്യുന്ന പ്രൈസ്, വാങ്ങിക്കുന്ന ക്വാണ്ടിറ്റി, ഏകദേശം 136 രൂപ നമുക്ക് ബ്രോക്കറേജ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടാനുള്ള പ്രോഫിറ്റ്, ഫസ്റ്റ് ടാർഗറ്റിൽ കിട്ടാനുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2,380 ആണ്. പക്ഷെ ചാർജസ് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് 2,243 ആണ്. ഇനി സെക്കൻഡ് ടാർഗറ്റ് ആണെങ്കിൽ 138 ആണ്. നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 4,961 ആണ്. നമ്മൾ ഉദ്ദേശിച്ചത് 5,100 ആണ്. അതിൽ നിന്ന് ഈ ചാർജസ് പോയി കഴിയുമ്പോൾ ഈ പറയുന്ന എമൗണ്ട് ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി നഷ്ടമാണെങ്കിൽ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത പ്രൈസ് 1,275 ആണ്. പക്ഷേ അതിൻ്റെ കൂടെ ഒരു 135 രൂപയും കൂടെ എക്സ്ട്രാ പോകും. അപ്പോൾ ഇതാണ് ടോട്ടൽ നമുക്ക് കിട്ടാനുള്ള പ്രോഫിറ്റ്. കിട്ടുകയാണെങ്കിൽ ഇതായിരിക്കും, നഷ്ടം വരികയാണെങ്കിൽ ഇതായിരിക്കും. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1:2 ആണ്. ആക്യുറേറ്റ് അല്ല, ഓൾമോസ്റ്റ് ഒരു 1:2 ആണെന്ന് നമുക്ക് പറയാം നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ ഫസ്റ്റ് ടാർഗറ്റ് ആണെങ്കിൽ. സെക്കൻഡ് ടാർഗറ്റ് ആണെങ്കിൽ ഒരു 1:3 എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ 1:3.5 എന്നൊക്കെ പറയാം. ഇനി നമുക്ക് നമ്മുടെ ചാർട്ടിലേക്ക് തിരിച്ചു പോവാം. നമ്മൾ തിരിച്ച് നമ്മുടെ ട്രേഡിംഗ് ബ്രോക്കറിലെത്തി. നമുക്കിനി ഫണ്ട് ആഡ് ചെയ്യണം. ഇതിനകത്ത് -246 ആണ്. അത് മെയിൻ്റനൻസ് ചാർജ് എല്ലാം കൂടെ പിടിച്ച് കിടക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്തൊരു ഫണ്ട് ആഡ് ചെയ്യണം. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത പോലെ തന്നെ 50K ആണ് നമ്മൾ ക്യാപിറ്റൽ ഉദ്ദേശിക്കുന്നത്. 5x ലിവറേജ് കിട്ടുമ്പോൾ 2,50,000 ആവും. സോ 50K ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഓൾറെഡി എൻ്റെ ബാങ്കിൽ നിന്ന് 50K നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അവൈലബിൾ മാർജിൻ 50,000 നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിവിടെ 2,940 അതിന് മുകളിൽ കയറുകയാണെങ്കിൽ മാത്രമേ ഒരു ട്രേഡ് എടുക്കുന്നുള്ളൂ. കാരണം എന്നാലേ മുകളിലേക്കൊരു മൊമെൻറ്റം നമ്മൾ കാണുന്നുള്ളൂ. അതിന് താഴേക്കാണെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കില്ല. ഇപ്പം നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു സപ്പോർട്ട് ലൈനിൽ തന്നെ അത് ഇങ്ങനെ സപ്പോർട്ട് എടുത്ത് കൺസോൾഡേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് നോക്കാം ഇത് എങ്ങോട്ട് പോകുന്നു. കുറച്ച് സമയം ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തു. അപ്പോൾ ജസ്റ്റ് നമ്മൾ പറഞ്ഞ ആ ലൈനിലൊന്ന് ടച്ച് ചെയ്തിട്ട് പെട്ടെന്ന് താഴേക്ക് വന്നു. അപ്പോൾ ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ട്രേഡ് എടുത്തില്ല.
ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് എങ്ങനെ ഒന്ന് ടച്ച് ചെയ്തൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഓടിച്ചാടി കയറി ട്രേഡ് എടുക്കരുത്. ജസ്റ്റ് നമുക്ക് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ കൺഫേം ആയിട്ട് ആ ഒരു മൂവ്മെൻറ്റ് കൺഫേം ആയിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ട്രേഡ് എടുത്തില്ല. അതിപ്പോൾ നന്നായി, കാരണം അത് ജസ്റ്റ് ഒരു മൊമെൻറ്റം കാണിച്ചിട്ട് വീണ്ടും താഴേക്ക് തന്നെ വന്നു. കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചാടിക്കയറി ട്രേഡ് എടുത്ത് കയ്യിലുള്ള പൈസ കളയുന്നതിനേക്കാളും നല്ലത് വെയിറ്റ് ചെയ്ത് കൺഫേം ചെയ്തിട്ട് എടുക്കുന്നതാണ്. നമ്മൾ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയില്ലെന്നേ ഉള്ളൂ. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പ്രോഫിറ്റും കൂടെ നഷ്ടപ്പെടുത്തരുത്. അങ്ങനെയാണ് പല ആൾക്കാർക്കും ലോങ്ങർ ടൈമിൽ ട്രേഡ് ചെയ്ത് നഷ്ടം മാത്രം ഉണ്ടാകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2 ലൈൻ പോലെ കാണാം. അത് മുകളിലേക്ക് പോകാനുള്ളൊരു അർജാണ് ആ കാണിക്കുന്നത്. അവിടെ ഇങ്ങനെ നമ്മൾ വരച്ചിരിക്കുന്ന ആ ഒരു ലൈനിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് കയറുകയാണെങ്കിൽ മാത്രം നമ്മൾ ട്രേഡ് ചെയ്യും. ഇപ്പം അത് ഒരു റെഡ് ക്യാൻഡിൽ വന്ന് നല്ലൊരു വലിയ റെഡ് ക്യാൻഡിൽ വന്ന് ഇങ്ങനെ താഴേക്ക് പോകാനൊരു സാധ്യത കാണുന്നുണ്ട്. അവിടെ നിന്ന് ആളുകൾ സെല്ല് ചെയ്ത് ഇറങ്ങുകയാണ്. അവിടെ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തപ്പോൾ ആളുകൾ സെല്ല് ചെയ്ത് ഇറങ്ങുകയാണ്. അതുകൊണ്ട് റെഡ് കളറിൽ തന്നെയാണ് കാണിക്കുന്നത്. വെയിറ്റ് ചെയ്യാം, ചാടിക്കയറി ഒന്നും ചെയ്യരുത്. ഒരു ദിവസം ട്രേഡ് എടുത്തില്ലെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രോഫിറ്റ് കളയാതിരിക്കുക. അതുകൊണ്ട് ക്ഷമ വേണം, ഇമോഷണൽ കൺട്രോൾ വേണം, വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബിഗ് റെഡ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ആൾക്കാർ അവിടെ നിന്ന് സെല്ല് ചെയ്തിറങ്ങി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് നല്ല ടെൻഷനായിട്ടിരിക്കേണ്ട അവസ്ഥ വന്നതാണ്. അതുകൊണ്ട് ഒരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം വാങ്ങിക്കുന്നതാണ് എപ്പോഴും സേഫ് എന്ന് പറയുന്നത്. മാക്സിമം നമ്മൾ ഇമോഷണലി വൾണറബിൾ ആക്കുന്ന സിറ്റുവേഷൻസൊക്കെ ഒഴിവാക്കി ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഇമോഷണൽ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് ട്രേഡ് ചെയ്യാം. അപ്പം നമുക്ക് ബെറ്ററായിട്ടുള്ള ലോജിക്കലായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റും. കുറച്ചുകൂടെ ടൈം വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ചാർട്ട് കാണിക്കാം. ഇത് കരയിലേക്കും ഇല്ല വെള്ളത്തിലേക്കും ഇല്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ്. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. നമ്മൾ വരച്ചിരിക്കുന്ന 2 സോണിനുള്ളിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയാണ്. ഞാനപ്പോൾ നമ്മുടെ ബൈയിങ് പോയിന്റും സെല്ലിംഗ് പോയിന്റും ഒക്കെ ജസ്റ്റ് ഒന്ന് കളർ വെച്ച് മാർക്ക് ചെയ്തിട്ടു. ഇനിയും അധികം വെയിറ്റ് ചെയ്തിരിക്കുന്നതിൽ കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സമയം നമ്മൾ വെറുതെ പാഴാക്കരുത്. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ കയറി രാത്രി വൈകുന്നേരം മാർക്കറ്റ് അടയ്ക്കുന്നവർ അതിനകത്ത് കയറി നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഒരു 10-15 മിനിറ്റൊക്കെ മാക്സിമം നോക്കുക. അതിനുള്ളിൽ നിന്ന് കണ്ടിൽ കളഞ്ഞിട്ട് പോവുക. ഇന്നൊരു ദിവസം മാത്രമല്ലല്ലോ മാർക്കറ്റുള്ളൂ, എല്ലാ ദിവസവും ഉണ്ടല്ലോ. നമ്മുടെ സമയവും നമ്മുടെ എനർജിയും ചുമ്മാ നമ്മുടെ ഇമോഷനും ഒക്കെ വെറുതെ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് പ്രയോജനമില്ല, സമയം കളയരുത്. നമുക്ക് ജസ്റ്റ് ആ ബൈയിങ് വിൻഡോ ഒന്ന് ഓപ്പൺ ചെയ്ത് തരാം. ഇവിടെ റെഗുലർ കൊടുക്കുക, ക്വിക്ക് വേണ്ട. റെഗുലർ ഇൻട്രാഡേ MIS നമ്മൾ ക്വാണ്ടിറ്റി നേരത്തെ സെറ്റ് ചെയ്തല്ലോ, 85 ക്വാണ്ടിറ്റി. പിന്നെ പ്രൈസ് നമ്മൾ 2940 അതിന് മുകളിലേക്ക് വാങ്ങിക്കുന്നുള്ളൂ. സോ ലിമിറ്റ് കൊടുത്തിട്ട്, കാരണം നമ്മുടെ കാൽക്കുലേഷനൊക്കെ കറക്റ്റ് ആയിരുന്നു. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് 50,300. നമുക്ക് മൊത്തത്തിൽ ആവശ്യം വരുന്നത് 49,840 വരുന്നുള്ളൂ. സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തൊക്കെ കറക്റ്റ് ആയിരുന്നു. 5x ലിവറേജ് നമുക്ക് കിട്ടി. ഇതിന് 2.5 ലക്ഷം രൂപ അടുത്ത് വേണ്ടതാണ്. 5x ലിവറേജ് നമുക്ക് കിട്ടിയോണ്ട് നമ്മുടെ കാൽക്കുലേഷൻസ് ഒക്കെ കറക്റ്റ് ആയതുകൊണ്ട് കറക്റ്റ് നമ്മൾ ആഡ് ചെയ്ത ഫണ്ടിന് താഴെ തന്നെ റിക്വയർഡ് ഫണ്ട് വന്ന് നിൽപ്പുണ്ട്. ഇനി നമുക്ക് ബൈക്ക് മാത്രം കൊടുത്താൽ മതി. ഇപ്പോൾ ഗ്രീൻ ക്യാൻഡിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം അടുത്ത എന്താണെന്ന്. കുറച്ചുകൂടെ നോക്കിയിട്ട് രണ്ടിലും തീരുമാനമായില്ലെങ്കിൽ ഞാനത് എക്സിറ്റ് ചെയ്യും. സെല്ലിംഗ് പ്രഷർ കാരണം നേരത്തെ വന്ന ആ ഗ്രീൻ ക്യാൻഡിലും പോയി. ഇനി വെയിറ്റ് ചെയ്തിരിക്കുന്നതിൽ അർത്ഥമില്ല. എൻ്റെ സമയം വെറുതെ പാഴായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 12:15 കഴിഞ്ഞു. സോ ഞാൻ ഇത് എക്സിറ്റ് ചെയ്യാണ്. ഇപ്പോൾ തന്നെ എൻ്റെ ഒരു 10-20 മിനിറ്റ് ഓൾറെഡി പോയി. നമ്മളെപ്പോഴും എല്ലാ ട്രേഡും എടുക്കണം എന്നൊന്നുമില്ല. നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ലെങ്കിൽ എടുക്കാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. വെറുതെ നമ്മുടെ സമയവും നമ്മുടെ എനർജിയും നമ്മുടെ ഇമോഷൻസും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് അത് പാഴാക്കിയിട്ട് ഒരു കാര്യമില്ല. സോ എൻ്റെ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് ഇതിന് താഴേക്ക് പോകാനായിരിക്കും കൂടുതൽ സാധ്യത. എന്തായാലും ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞ് വന്നിട്ട് ഇത് എങ്ങോട്ട് പോയെന്ന് നോക്കിയിട്ട് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുള്ളൂ. ഹായ്, വെൽക്കം ബാക്ക്. ടൈം ഇപ്പോൾ 4:36 ആയിട്ടുണ്ട്, 4:30 കഴിഞ്ഞു. നമുക്ക് ചാർട്ട് നോക്കാം. നമ്മൾ ആ ട്രേഡ് എടുക്കേണ്ടെന്ന് വിചാരിച്ച് എന്ത് നന്നായി നോക്കി. നമ്മളിത് വേണ്ടാന്ന് വെച്ച് എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് 2931 സംതിങ്ങിൽ വന്ന് നിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് നമ്മൾ വരച്ച സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഒറ്റ പോക്കാണ് താഴേക്ക് പോയത്. നമ്മുടെ സ്റ്റോപ്പ് ലോസും വെച്ചിരുന്ന എല്ലാം ബ്രേക്ക് ചെയ്ത് 2900 എന്ന് പറയുന്ന റേഞ്ചിലേക്ക് വരെ വന്നു നിന്നു. അപ്പോൾ നമ്മൾ അപ്പോൾ അത് നോക്കി നിന്നത് നമ്മൾ അത്രയും സമയം പോയേനെ. നമ്മൾ ട്രേഡ് എൻ്റർ ചെയ്തിരുന്നത് നമ്മുടെ വലിയൊരു നഷ്ടം വന്നതിന്, സ്റ്റോപ്പ് ലോസ് അടിച്ചേനെ. അതുപോലെ നമ്മൾ എത്രയും ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ അത്രയും ടെൻഷൻ അടിച്ചിരിക്കേണ്ട കാര്യം വന്നേനെ. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഏതൊക്കെ ട്രേഡ് എടുക്കണം എന്ന് അറിഞ്ഞിരിക്കുന്ന പോലെ, ട്രേഡ് എടുക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ട്രേഡ് എടുക്കേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള കഴിവ്. എൻ്റെ ഒരു കേസിൽ ഇത് ഫുള്ള് എൻ്റെ ഒരു ഇൻഡ്യൂഷൻസ് ആണ്. ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് എനിക്ക് ചില ട്രേഡ് കാണുമ്പോൾ എടുക്കണമെന്ന് തോന്നും, ചില ട്രേഡ് കാണുമ്പോൾ എടുക്കേണ്ടെന്ന് തോന്നും. അതൊരു മാജിക് ഒന്നുമില്ല. നമ്മൾ കുറേ നാളിങ്ങനെ ചാർട്ടിൽ നോക്കിയിരിക്കുമ്പോൾ കുറേ ചാർട്ട് അവേഴ്സ് സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിൽ തോന്നുന്നൊരു ഇൻഡ്യൂഷനാണ്.
അതൊരു 85% 90% ഒക്കെ ശരിയായിരിക്കും. എൻ്റെ ഒരു കേസിൽ ഒരു ഓൾമോസ്റ്റ് 90% ശരിയാവാറുണ്ട്. സോ അതുകൊണ്ടാണ് ഞാനപ്പം എക്സിറ്റ് 12 ആയപ്പോൾ എക്സിറ്റ് ചെയ്തിട്ട് പോയത്. സോ ഇപ്പോൾ അത് നല്ലൊരു ഡിസിഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. സോ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ട്രേഡ് എടുക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രേഡ് അവോയ്ഡ് ചെയ്യുന്നതും. സോ നിങ്ങൾ പറയുക, നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു വീഡിയോസ് വേണോ, അതോ ഞാൻ ട്രേഡ് ചെയ്യുന്ന വീഡിയോസ് മാത്രം മതിയോ, അതോ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് ഓപ്പർച്യൂണിറ്റി എടുക്കണോ വേണ്ടതെന്ന് മനസ്സിലാക്കി തരുന്ന വീഡിയോസും വേണോ, ഗുഡ് ഓപ്പർച്യൂണിറ്റി ബാഡ് ഓപ്പർച്യൂണിറ്റി മനസ്സിലാകുന്ന വീഡിയോസ് വേണോ, അതുപോലെ തന്നെ പ്രോഫിറ്റ് കിട്ടുന്ന വീഡിയോസ് മാത്രം മതിയോ, അല്ലെങ്കിൽ ഇടയ്ക്ക് ലോസ് വരുന്ന വീഡിയോസും വേണോ, എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങളാണ് വ്യൂസ്, നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾക്ക് എന്തൊക്കെ കാണണം വേണ്ട. നിങ്ങൾക്ക് കാണണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വെറുതെ അത് റെക്കോർഡ് ചെയ്ത് സമയം സ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. സോ നിങ്ങളാണ് അൾട്ടിമേറ്റ്ലി അതിൻ്റെ തീരുമാനം എടുക്കേണ്ടത്. അത് നിങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്താൽ മതി. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, ഞാൻ ഈ പറഞ്ഞ പോലെ ഏതൊക്കെ ട്രേഡ് എടുക്കണം എന്ന് അറിഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഏതൊക്കെ ട്രേഡ് എടുക്കേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാലേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്ന ഈ വീഡിയോ കുറേ നാൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഈ പറയുന്ന പോലെ ഇൻഡ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് തീരുമാനിച്ചിട്ട് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ എല്ലാ വീഡിയോസും നമ്മുടെ ഈ ട്രേഡ് വിത്ത് ആദിൽ എന്നുള്ള ചാനലിൽ മാത്രമായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. മെയിൻ ചാനലിൽ ട്രേഡിംഗ് സംബന്ധമായിട്ടുള്ള വീഡിയോസ് ഒന്നും ഇനി പോസ്റ്റ് ചെയ്യില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. സോ ട്രേഡിംഗ് വീഡിയോസായി കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് നിങ്ങൾ പറയുന്ന പോലെ ഉള്ള ട്രേഡിംഗ് വീഡിയോസ് ആയിരിക്കും കൂടുതൽ ഇതിനകത്ത് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു ട്രേഡിംഗ് വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചായിരിക്കും നമ്മുടെ അടുത്ത വീഡിയോസ് ഇനി വരുന്നത്. സോ ഐ ആം ആദിൽ ഹുസൈൻ സൈനിങ് ഓഫ്.